ഹായ് എല്ലാവർക്കും സെപ്പൽസ് ആൻഡ് പെറ്റൽസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ആക്ച്വലി എനിക്ക് ഒരു പുതിയ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പേര് സ്ട്രിങ് ഓഫ് ഹാർട്സ് എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നമുക്ക് ഇത് ഇൻഡോറിലാണ് എല്ലാവരും ഇത് വളർത്താറ്. അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ആരും വളർത്തി ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധാരണ സ്ട്രിങ് ഓഫ് ഹാർട്സ് ആണ്. ഇത് വെരിഗേറ്റഡ് അല്ല, നോർമൽ ലീവ്സ് ആണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി പ്ലാന്റ് ആണ്. കാരണം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം ഇതിൻ്റെ വില ഇച്ചിരി കൂടുതലാണ്. എന്നാലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. നമുക്കൊരു തൈ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. സാധാരണ കട്ടിങ്സിലാണ് വരുന്നത്. എന്നാൽ ഇതിന് കിഴങ്ങുണ്ട്. അപ്പം അത് നട്ട് കഴിഞ്ഞാലും നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ലീവ്സ് നമ്മൾ നോക്കാൻ വളരെ ഭംഗിയുള്ള ലീവ്സാണ്. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് അതിൻ്റെ ലീവ്സൊക്കെ ഇരിക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. പക്ഷെ എന്നാലും നമുക്ക് വളരെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്ലാന്റ് അല്ല, നല്ല ഭംഗിയുള്ള ലീവ്സാണ്. ഈ ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങുണ്ട്. അപ്പം അത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ തൈയായിട്ട് ഇതിനെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ പ്ലാന്റിനെ എങ്ങനെയാണ് നമുക്ക് പോട്ട് ചെയ്യാൻ നോക്കാം. കാരണം ഇതിപ്പോൾ ഞാൻ മേടിച്ച് വന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു അതിൻ്റെ ചെളിയൊക്കെ ഒന്ന് കളഞ്ഞ് ലീവ്സിലുള്ള. പിന്നെ റൂട്ട്സിലെ മണ്ണ് ആദ്യം കളഞ്ഞിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. എൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നോർമൽ സോയിൽ, വേപ്പിൻ പിണ്ണാക്ക്, നെല്ലുപൊടി, പിന്നെ ചാണകപ്പൊടി. അപ്പോൾ ഇതിൽ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചാണകം കൂടി ഞാനിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഞാനിപ്പോൾ ഒരു ചാക്കിലാണ് നടുന്നത്. കാരണം എനിക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ചെറിയ പൊള്ളൽ നട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ സ്ഥലം ഇതാവില്ല, തികയില്ല എന്ന് തോന്നി. പിന്നെ ഇത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമ്മുടെ ഇതിൻ്റെ അതായത് വേരിൻ്റെ ഭാഗം എപ്പോഴും മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ, അതായത് ഇതിൻ്റെ ഓരോ ലീവ്സിൻ്റെ അടിയിലും നമുക്ക് റൂട്ട് കാണാം. ഓരോ പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ മണ്ണിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇതിങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് നമുക്കത് ചിലപ്പം കാണാൻ പറ്റില്ല. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് കട്ടിങ്സ് ആണ് വെക്കുന്നത്. അപ്പം കട്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലീവ്സിൻ്റെ അടിയിൽ നിന്നും ഓരോ പുതിയ റൂട്ട് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യും. നമ്മൾ മണി പ്ലാന്റൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ആ പോർഷൻ എടുത്ത് മണ്ണ് വെച്ച് കൊടുത്താൽ മതി. വാട്ടറിൽ വെച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാം, പക്ഷേ അത് എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല. അപ്പം ഇതിപ്പം ഈ പ്ലാന്റ് വലുതായി വന്നിട്ട് ഇനി ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരുപാട് ടൈം എടുക്കും, പക്ഷെ അതെന്താണേലും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ പ്ലാന്റിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് മേടിച്ച സമയത്ത് ഒരു തൈ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അതാണ് ഒരു ഓക്സാലിസ് ഓക്സാലിസ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ പോലെ തന്നെ ലീവ്സുള്ളൊരു തൈ. അതാണോന്ന് അറിയില്ല, പക്ഷെ എന്നാലും അതും കൂടെ ഒന്ന് നട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രിങ് ഓഫ് ഹാർട്സിൻ്റെ കൂടെ. മൊത്തം 3 തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വിലയായിട്ടുണ്ട്. അപ്പം അത് 3 ഞാൻ ചാക്കിൽ നട്ടിട്ട് അത് വലുതാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.